ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. പോലീസിംഗ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ നമ്മൾ കറിവേപ്പ് വളർത്താറുണ്ട് അല്ലേ? കറിവേപ്പില്ലാത്ത ഒരു ഒറ്റ വീട് പോലും കാണില്ല. പക്ഷേ കറിവേപ്പ് നല്ല തഴച്ച് വളർന്നു നിൽക്കുന്ന വീട് വളരെ കുറച്ചേ കാണുകയുള്ളൂ. അപ്പോൾ കറിവേപ്പിനെ നമുക്ക് തഴച്ച് വളർത്തിയെടുക്കാൻ വേണ്ടി കൊടുക്കാവുന്ന വളവും ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു കുഞ്ഞു സപ്പോർട്ട് തരാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കറിവേപ്പ് നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ശീലമുണ്ട്. അതിൽ നിന്ന് കറിയിലിടാനായിട്ട് ചെന്ന് കൈകൊണ്ട് ഇങ്ങനെ ഊരിയെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ച് ഒടിച്ച് ഒക്കെ കരിവേപ്പിലെടുത്ത് കറിയിലിടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കറിവേപ്പ് അവിടെ കൊണ്ട് തന്നെ വളർച്ചയൊക്കെ മുരടിച്ച് അങ്ങനെ തന്നെ നിന്ന് പോകും. ഒട്ടുമിക്ക വീട്ടിലെയും കറിവേപ്പ് അങ്ങനെ തന്നെയല്ലേ. കറിവേപ്പിൻ്റെ ഇതുപോലെ തഴച്ച് വളർന്ന് ഇങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ ഇതിന് കുറച്ച് ട്രിക്സുകളൊക്കെ ചെയ്യണം കേട്ടോ. അതിന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്, ഇതിന് നല്ല ഒരു വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ ഒരു കരിവേപ്പിനെ നട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഒരു കാരണവശാലും കരിവേപ്പില നമ്മൾ കറിയിലിടാനായിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ പാടില്ല. ഇതുപോലെ നമ്മൾ കറിവേപ്പ് ഇങ്ങനെ ഊരിയെടുക്കാറാണ് ചെയ്യുക. അങ്ങനെ ഊരിയെടുക്കാൻ പാടില്ല. കറിവേപ്പിനെ നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. എപ്പോഴും നമ്മൾ കറിവേപ്പിനെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ കറിവേപ്പ് നല്ല ബുഷിയായിട്ട് വളർന്നു നിൽക്കുകയുള്ളൂ. കണ്ടില്ലേ, ഈ കറിവേപ്പൊക്കെ എത്രത്തോളം നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ വെട്ടാതിരുന്നാൽ ഈ കറിവേപ്പ് ഇങ്ങനെ കൊന്നത്തെങ്ങ് കണക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഒരുപാട് ബ്രാഞ്ചസുകളൊന്നും തന്നെ വരില്ല. അപ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടിയും ഈ കറിവേപ്പിനെ നമ്മൾ വെട്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മുടെ അയൽവർക്കക്കാർക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഈ കറിവേപ്പ് നല്ല ബുഷിയായിട്ട് ഇഷ്ടംപോലെ ബ്രാഞ്ചൊക്കെ ആയിട്ട് വളർന്നു വരികയുള്ളൂ. ഇതുപോലെ നമ്മൾ വെട്ടിക്കൊടുത്തെങ്കിൽ മാത്രമേ ഇങ്ങനെ മരം പോലെ നമ്മുടെ ബനിയൻ ട്രീയൊക്കെ പോലെ നിറയെ ബ്രാഞ്ചുകളായിട്ട് ഈ ഒരു കരിവേപ്പില വളർന്നു വരികയുള്ളൂ. ഒട്ടുമിക്ക പേരും കറിവേപ്പ് എടുക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ കറിവേപ്പിനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കും. ഇങ്ങനെ ഒടിച്ചിട്ട് ഒരൊറ്റ വലി ഇങ്ങനെയായിരിക്കും നമ്മൾ കറിവേപ്പൊക്കെ ഒടിച്ച് എടുക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും കറിവേപ്പിനെ നമ്മൾ ഇങ്ങനെ ഒടിച്ചെടുക്കരുത്. ഇങ്ങനെ ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം വെച്ചിട്ട് മിക്കവാറും ആ ഒരു കമ്പ് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ഈ സൈഡിലെ ഒക്കെ തൊലിയെല്ലാം പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്ഥലം വെച്ച് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറിവേപ്പ് നമ്മൾ ഒരു കാരണവശാലും ഇതുപോലെ ഒടിച്ചെടുക്കരുത്. കറിവേപ്പ് കത്രിക വെച്ച് നന്നായിട്ട് വെട്ടിയെടുക്കും. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ ഇതുപോലെ കത്രിക വെച്ച് മാത്രമേ കറിവേപ്പിനെ വെട്ടിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്ത പാട്ടിന് തൊട്ട് താഴെയായിട്ട് 2 ബ്രാഞ്ച് വരും. അപ്പോൾ നമ്മൾ എത്രത്തോളം വെട്ടുന്നോ അത്രത്തോളം ഈ ഒരു കറിവേപ്പ് ബുഷിയായിട്ട് വളർന്നു വരാറാണ് ചെയ്യാറ്. വെറുതെ വെട്ടിക്കൊടുത്തത് കൊണ്ട് മാത്രം കറിവേപ്പ് ഇതുപോലെ ബുഷിയായി തിക്കായിട്ട് ഒന്നും വരത്തില്ല. അതിനായിട്ട് നമ്മൾ ചുവട്ടിൽ കൂടി കുറച്ച് ട്രിക്കുകൾ കൂടി ചെയ്ത് കൊടുക്കണം. എന്തൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ചുവട് ഭാഗം നന്നായിട്ട് കൊത്തി ഇളക്കി കൊടുക്കുക. ചൂട് സമയത്ത് ഇതുപോലെ കൊത്തി ഇളക്കുന്നത് നന്നായിട്ട് ഈർപ്പമൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കൊത്തി ഇളക്കുന്നതോടൊപ്പം നമ്മളൊരു വളം കൂടി ഇതിൻ്റെ ചുവട്ടിലായിട്ട് കൊടുക്കണം. അപ്പോൾ ആ വളം എന്താണെന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വളമാണ്. നമ്മൾ ഏതൊരു ചെടിയായിരുന്നാലും ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടണമെങ്കിൽ നമ്മൾ വളം ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയ ചാണകമാണ്. അപ്പോൾ ഇതിനോടൊപ്പം ഒരു പിടി എല്ലുപൊടി ഇട്ട് കൊടുക്കാം. ഒരു പിടി എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല ഇളക്കമുള്ള മണ്ണിൽ ചെറുങ്ങനെ വേരിനൊന്നും കോട്ടം തട്ടാത്ത രീതിയിൽ നമ്മൾ ചെറിയ ചാല് പോലെ ഉണ്ടാക്കി അതിൻ്റെ തണ്ടിൽ നിന്നും കുറച്ച് മാറ്റി നമ്മൾ കുറച്ചിട്ട് 4 സൈഡിലായിട്ടും കുറച്ചിട്ട് നമ്മളൊന്ന് മൂടിക്കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പ്ലാന്റ് നല്ല ബുഷിയാവാൻ വളരെ നല്ലതാണ്. 4 സൈഡിനായിട്ടും നമ്മളിതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആ മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ട്രിക്കുകളിലൊന്നാണ് മുട്ടത്തോട് നിറയെ കാൽഷ്യമുള്ള ഒരു സാധനം നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞ് വെറുതെ കളയുന്ന മുട്ടത്തോടാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്നും ഒരു സ്പൂൺ പൗഡർ വെച്ച് അതിൻ്റെ ചുവട്ടിലായിട്ട് മാസത്തിൽ 1 തവണയോ 2 തവണയോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ മുട്ടത്തോടിൻ്റെ പൗഡറും കൂടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല കരുത്തോടു കൂടി പുതിയ തണ്ടുകളൊക്കെ വന്ന് നല്ല കരുത്തോടു കൂടി വളരാൻ ഈ കാൽഷ്യവും വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മുട്ടത്തോടിൻ്റെ പൗഡർ കൂടി ഇതിൻ്റെ ചുവട്ടിലായിട്ട് നമ്മൾ 1-2 സ്പൂൺ മാസത്തിൽ 1-2 തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ഇട്ട് കൊടുത്താലും ഇതിന് പുതിയ സ്റ്റെമ്മുകളൊക്കെ കരുത്തോടു കൂടി വളർന്നു വരും. ഇതും ഇട്ടതിന് ശേഷം നമ്മൾ അതിനെയും ജസ്റ്റ് മണ്ണ് കൊണ്ട് ചെറുതായിട്ടൊന്ന് മൂടിക്കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മൂടിയിട്ട് നമുക്ക് ഇലയോ എന്തെങ്കിലും കൊണ്ട്
ഒരു പൊതയും കൂടെ ഇട്ട് കൊടുക്കാം. ഡെയിലി നമ്മൾ കറിവേപ്പിനെ നനയ്ക്കണം. ചൂട് സമയമായതുകൊണ്ട് തന്നെ ഡെയിലി നമ്മൾ കറിവേപ്പ് നനച്ച് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു കരിയിലയോ എന്തെങ്കിലും കൊണ്ട് പൊത ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു തണുപ്പായിരിക്കും ഇതിൻ്റെ ചുവട് ഭാഗത്തായിട്ട് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിലായിട്ട് ഇല കൊണ്ടൊരു പൊതയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു പൊതയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിനെ ഡെയിലി നനച്ച് കൊടുക്കുക. ചൂട് സമയത്തായതുകൊണ്ട് നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കുക. അതാ നമ്മുടെ ചെടികളൊക്കെ നനയ്ക്കുന്നത് പോലെ തന്നെ ഇതിനെ നന്നായിട്ട് നമ്മൾ ചൂട് ഭാഗം നനച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചുവട്ടിൽ വേണ്ട വളങ്ങളും അതേപോലെ പുതയും ഒക്കെ കൊടുത്തു. ഇത് നമ്മുടെ ഇലകളിലൊക്കെ ഉണ്ടാകുന്ന കീടങ്ങളും പുഴുക്കുത്തും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ട്രിക്ക് കൂടിയുണ്ട്. പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ഇലകളിലുള്ള കുരുടിപ്പും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ അന്നുള്ള കഞ്ഞോളമാണ്. കഞ്ഞോളം എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കുപ്പിയിൽ ഒഴിച്ചെടുക്കണം. പിന്നെ ഇത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഇനി ഓറഞ്ചിൻ്റെ തൊലിയല്ല, നമ്മുടെ നാരങ്ങയുടെ തൊലി ആയാലും മതി, ഇതിൽ രണ്ടിൽ ഏതായാലും മതി. അപ്പോൾ ഇതിനെ നമ്മൾ ചെറുതായിട്ട് ഞുറുക്കി ഈ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. ഇലകളിലെ പുഴുക്കുത്തും അതും ഇതുമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നീം ഓയിലും അതുപോലെയൊക്കെ ഒന്നും നമുക്ക് തളിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇത് പറിച്ച് നേരെ കറിയിൽ കൊണ്ട് ഇടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കയ്പ്പൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ്. ആ ഒരു പുഴുക്കുത്തും അതിലുള്ള വെള്ളീച്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഓറഞ്ച് തൊലിയായാലും മതി, നാരങ്ങയുടെ തൊലിയായാലും മതി, ഇതുപോലെ മുറിച്ച് ഇതുപോലെ നമ്മുടെ കഞ്ഞിവെള്ളത്തിലിട്ട് ഒരാഴ്ച ഒന്ന് വെച്ച് പുളിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് വെച്ച് കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ച് ഒരാഴ്ചയോളം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പുളിച്ച് ഇതിൻ്റെ ആ ഒരു നീരെല്ലാം ഈ ഒരു ലിക്വിഡിൽ ഇറങ്ങി വരും. അതിനുശേഷം നമുക്ക് 3 ഇരട്ടി വെള്ളവും ചേർത്ത് ഇതിനെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഈ കറിവേപ്പിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തോടു കൂടി പുതിയ കുരുടിപ്പുകളോ ഒന്നുമില്ലാതെ തന്നെ നല്ല ഫ്രഷ് ലീഫോട് കൂടി വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഒരാഴ്ച ഒന്ന് വെച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഇത് നന്നായിട്ട് പുളിച്ച് ആ ഒരു ഓറഞ്ചിൻ്റെ കളറൊക്കെ ഈ ഒരു കഞ്ഞോളത്തിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിന് 3 ഇരട്ടി വെള്ളവും ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല, അങ്ങനെ ബാഡ് സ്മെല്ലൊന്നുമില്ല. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് അരിച്ച് എടുക്കാം. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ 3 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ഫുള്ളായിട്ട് അടിയിലും എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഇലകളിലും ഇലതിൻ്റെ അടിഭാഗത്തും ഒക്കെ നമ്മളിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലയുടെ കുരുട്ടിപ്പും ഇലയുടെ പുഴുക്കളും ഒക്കെ മാറിക്കിട്ടും. ഇതുപോലെ എല്ലാ സ്ഥലത്തും നമ്മളിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി എല്ലാവരുടെയും വീട്ടിൽ കറിവേപ്പ് വളരുന്നില്ല, മുരടിച്ച് പോണ്, ബുഷിയാകുന്നില്ല എന്നൊക്കെയുള്ള പരാതിയൊക്കെ തീർന്നല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച ഈ ട്രിക്കുകളും ടിപ്സുകളും ഒക്കെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിറ്റി ലിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.